ഇന്ത്യൻ ആർമിയും അതുപോലെ ഒരുപാട് മനുഷ്യർ ആ ദുരന്ത ഭൂമിയിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ കാണുവാണ്. ആഷിഫ് എന്ന് പറയുന്ന ഒരു സൈനികൻ, അദ്ദേഹത്തിന്റെ കൂടെ മറ്റ് 2 പേര് കൂടിയുണ്ട്. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഈ ആഷിഫാണ് ഈ അവസ്ഥ പറയുന്നത്. അതുകൊണ്ട് ആഷിഫിനെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഇവര് ഉൾക്കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 3 മക്കള്. അടുത്ത് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഇരുന്ന് എന്തോ തിളപ്പിക്കുന്നുണ്ട്, തീയിടുന്നുണ്ട്. മഴയുണ്ട്. ഈ അടുപ്പിന് ചുറ്റും ഈ 3 മക്കളും ഇരിക്കുന്നു. അപ്പുറത്ത് ചുരണ്ടു കൂടി കിടപ്പുണ്ട് ഒരു മനുഷ്യനും. അത് ഏതൊരു മനുഷ്യന്റെയും ഉള്ളുലയ്ക്കുന്ന ചിത്രമായിരുന്നു. അപ്പം ഇന്ത്യൻ ആർമിയെ നമുക്കറിയാം, ഇത്തരം സാഹചര്യങ്ങളിലൊന്നും മനസ്സ് പതറാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ശക്തമായ ക്ലാസുകൾ, കോച്ചിങ്ങുകൾ, പരിശീലനങ്ങൾ ലഭിച്ചിട്ടാണ് അവർ ഈ പണിക്ക് ഇറങ്ങുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ 3 മക്കള് പുകയുന്ന അടുപ്പിന് ചുറ്റും ഇരിക്കുന്നു. ഈ കാഴ്ച കണ്ട് ഈ 3 സൈനികരും വാവിട്ട് നിലവിളിച്ചു പോയി എന്നാ അവര് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടയിലാണ്. പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അത്തരം ഒരു കാഴ്ച രാജ്യത്തെ മുഴുവനും പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് കെട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ രക്ഷാപ്രവർത്തകൻ നമ്മളോട് പങ്കുവയ്ക്കുവാണ് ഒരുപാട് അവസ്ഥകള്. ജീവൻ പണയം വെച്ച് ഒരു കുടുംബത്തെ മുഴുവനും രക്ഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഈ 3 ആർമി പ്രവർത്തകരും. ഉരുൾപൊട്ടൽ ഉണ്ടായി. ആ ദിവസം തന്നെ കഴുത്തറ്റം ചെളിയിൽ പൂണ്ട ഒരാളെ രക്ഷിക്കാൻ അവിടെ പോയതാ. ചൂരൽമലയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകത്തായി ഏറാട്ടുമുണ്ട് എന്ന പ്രദേശത്തിലെ ഒരു കോളനി. അവിടെ 33 അംഗങ്ങൾ ഉണ്ട് അത്രേ. അവരെ മാറ്റി പാർപ്പിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ 5 പേരെ ഇവര് 3 പേരും കാണുന്നത്. അങ്ങനെ അവര് സാധാരണ ആളുകളാണെന്ന് വിചാരിച്ചു. അവരെ പോയി കണ്ടു. അടുത്ത ദിവസം പോയപ്പോഴും അതേപോലെ തന്നെയുള്ള അവസ്ഥ. അങ്ങനെ അവരുടെ അടുത്ത് ചെന്നു, കാര്യങ്ങൾ അന്വേഷിച്ചു. അരി കിട്ടിയിട്ടില്ല. വെള്ളം ചൂടാക്കി കുട്ടികൾക്ക് കൊടുക്കാം എന്നുദ്ദേശിച്ചായിരിക്കും വെള്ളം ചൂടാക്കുന്നത്. 3 കുഞ്ഞുങ്ങൾക്കും നൂല് വസ്ത്രമില്ല. 1 വയസ്സും 2 വയസ്സും 3 വയസ്സും. നല്ല മഴയുണ്ട്, തണുപ്പുണ്ട്. ഈ ഇന്ത്യൻ ആർമി ഒരു ബെഡ്ഷീറ്റ് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് കീറി 4 കഷ്ണമാക്കി. 3 കഷ്ണവും അവരുടെ ശരീരത്തോട് കെട്ടി ഈ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു. ഒരാൾ 1 വയസ്സുള്ള കുഞ്ഞിനെ, മറ്റാൾ 2 വയസ്സുള്ള കുഞ്ഞിനെ, മൂന്നാമത്തെ ആളും 3 വയസ്സുള്ള കുഞ്ഞിനെ അങ്ങനെ കെട്ടി കയറിൽ പിടിച്ചു വേണം ഇവർക്ക് മല കയറാൻ. മുഴുവനും ചെളിയാണ്, കഴുത്തറ്റം ചെളിയെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കൃഷ്ണൻ എന്നാണ് ആ മനുഷ്യന്റെ പേര്, ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ. അദ്ദേഹത്തിനും 1 കഷ്ണം ബെഡ്ഷീറ്റിന്റെ കഷ്ണം കൊടുത്തു. ഈ സ്ത്രീയെയും അങ്ങനെ കയറിൽ പിടിച്ച് വളരെ സാഹസികമായി രക്ഷപ്പെടുത്തി. സോറി ബാബു, മനുഷ്യരല്ലേ നമ്മൾ, സ്വാഭാവികമാണ്, നമ്മൾ വൈകാരികമായി പോകും അത്തരം സന്ദർഭങ്ങളിൽ. ഇരിക്കട്ടെ. ഇതിനകത്ത് അനാവശ്യമായി കമന്റ് ഇടാൻ വേണ്ടി എൻ്റെ ചാറ്റ് ബോക്സിലേക്ക് നീ ആരും വരണ്ട. മുറിയന്മാർക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. ഇനിയും അനാവശ്യങ്ങൾ പറഞ്ഞ് തെറി അഭിഷേകവുമായിട്ട് ഈ ചാറ്റിൽ വന്നാൽ അവസാനത്തെ ചാറ്റായിരിക്കും നിങ്ങളുടെ. ഇതിനകത്ത് നിങ്ങളെ ഇതിനകത്ത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഒരിക്കലും ഇതിനകത്ത് കമന്റ് ഇടാതിരിക്കാനുള്ള ഓപ്ഷനുമുണ്ട്. നിങ്ങളിടുന്ന കമന്റുകളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡിലീറ്റ് ആയി പോകുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നല്ല തന്തയ്ക്ക് പറക്കാത്ത അവന്മാരാണ് ഇതിനകത്ത് വന്നിട്ട് മോശമായ കമന്റുകൾ ഇടുന്നത്.
ബഷീറിനെ ആരാടാ വിളിച്ചത്? ഞാൻ വിളിച്ചോ? എന്റെ മോന്ത കാണാൻ നിന്നെ വിളിച്ചോ? എന്നെ കാണാൻ നിന്നെ ഞാൻ വിളിച്ചോ? അപ്പൊ ഇതുപോലുള്ള കുറെ തെണ്ടികളുണ്ട്. തന്തയെ പറഞ്ഞാൽ മതിയല്ലോ, നല്ലവന്മാർക്ക് ഉണ്ടാകാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഇവന്മാർ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കാണിക്കുന്നത്. ഒരു സമൂഹത്തിൽ വന്നിട്ട് എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് പോലും അറിയില്ല. പോട്ടെ. അപ്പൊ ഓരോരുത്തരെയായിട്ട് ഈ കമന്റ് അനാവശ്യമായിട്ട് ഇടുന്ന ഓരോരുത്തരെയായിട്ട് ഞാൻ പറഞ്ഞു വിടാൻ പോകുവാണ്. വേറെ വഴിയില്ലാത്തോണ്ടാ. അങ്ങനെ ഇവരിങ്ങനെ കയറിൽ പിടിച്ച് ഒരു കാര്യം ചെയ്യും. ബഷീർ പോയിട്ടേ ഉമ്മയോട് ചോദ്യം എന്റെ തന്ത ആരാണെന്ന്. ബഷീറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, പറഞ്ഞു വിട്ടിട്ട്. ഓക്കെ. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. എന്തായിരുന്നാലും ഈ ആർമി ഉദ്യോഗസ്ഥൻ പറയുന്നു, പിന്നീട് ഈ 3 മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് കണ്ട ഒരു നിമിഷമുണ്ട്. അത് വൈകാരികമായ ഒരു നിമിഷമായിരുന്നു. അത് സ്വാഭാവികമായിരിക്കും. മരണമുഖത്ത് നിന്നാണ് ഇവര് വരുന്നത്. എന്നിട്ട് ആർമി ഉദ്യോഗസ്ഥർ പറയാണ്, രക്ഷപ്പെടുത്തുന്നതുവരെ ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടില്ല. ഒന്നാമത് ഈ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്. ഊർന്നു വീഴുന്ന ചെളിവെള്ളമാണ് ഇവര് കൈപിടിച്ച് കുടിക്കുന്നത്. ആ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഒരു ഇരുമ്പ് ചെറിയ ഒരു നൂല് പോലത്തെ കമ്പിയിൽ തൂങ്ങി നിന്നിട്ടാണ് ഇന്ത്യൻ ആർമി ഓരോരുത്തരെയും രക്ഷപ്പെടുത്തിയത് നമ്മൾ കണ്ടത്. ഈ മാർഗത്തിൽ ഒരു പക്ഷേ അവരുടെ ജീവൻ തന്നെ പൊലിയാം. എന്നിട്ടും സഹജീവിയുടെ ജീവന്, ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടാണ് അവർ ഇന്ത്യൻ ആർമിയിലേക്ക് കയറുന്നത് തന്നെ. എന്നിട്ടും ആ ഇന്ത്യൻ പട്ടാളത്തെ അവഹേളിക്കാനും അപമാനിക്കാനും ഇവന്മാർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുവിടേണ്ടത് എവിടേക്കാണെന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യൻ ആർമി രാത്രിയെന്നും പകലെന്നുമില്ലാതെ, മഴയെന്നും വെയിലെന്നുമില്ലാതെ, പ്രകൃതി ദുരന്തങ്ങളെന്നും പകർച്ചവ്യാധികളെന്നുമില്ലാതെ, കുടുംബക്കാര്, ചിലപ്പോൾ മാതാപിതാക്കൾ തന്നെ മരണപ്പെട്ടിട്ടുണ്ടാകും, ഭാര്യ, മക്കൾ, ഇതൊന്നും പരിഗണിക്കാതെ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് ജീവൻ സമർപ്പിച്ച്, ആരോഗ്യവും അവരുടെ സമയവും സമർപ്പിച്ച് കാത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കിടന്ന് അഹങ്കരിക്കുന്നത്. എന്നിട്ട് ഫൈസലെ നിന്റെ തന്ത, എന്നിട്ടും ആ ഇന്ത്യൻ ആർമിയെ അനാവശ്യം പറയാൻ, അവര് ബലാത്സംഖികളാണ് എന്ന് പറയാൻ ഒരു നവാസ് മന്നാനിക്ക് നാവ് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ മാത്രമേ പറ്റൂ. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്നിട്ട് ആ രാജ്യത്തിനെതിരെ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ ഇവനൊക്കെ. ആ രാജ്യത്തെ ആർമിയെ സംബന്ധിച്ച് ഒരു വാക്ക് ഒന്ന് എതിരായിട്ടൊന്ന് സംസാരിച്ചു നോക്കിക്കേ, കഴുത്തിന് മുകളിൽ തലയുണ്ടാകില്ല. നിങ്ങളൊക്കെ ഗൾഫിലൊക്കെ നിൽക്കുന്ന അനേകം സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, ആ നാടിന്റെ താല്പര്യത്തിനെതിരായി ഒന്ന് സംസാരിച്ചു നോക്കിക്കേ, അപ്പൊ മനസ്സിലാകും നമുക്ക്. ഫൈസലെ, ശവം നിന്റെ തന്ത. നിങ്ങൾ കേട്ടോ, ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പേ എത്രമാത്രം മോശമായ സാഹചര്യത്തിലൂടെയാണ് ഈ ഇന്ത്യ മഹാരാജ്യം ഇവനെയൊക്കെ പേറുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ കൊണ്ടുവിടേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? ആ യുദ്ധം നടക്കുന്ന സദസ്സിലാണ്. അതായത് 1 മാസമെങ്കിലും ഇന്ത്യൻ ആർമിയെ ഈ രൂപത്തിൽ അപമാനിക്കുന്ന ആളുകളെ സൗജന്യമായി അതിർത്തിയിൽ കൊണ്ടുപോയി നിർത്തണം. അവിടെ നിന്നിട്ട് ഇവരൊന്ന് നോക്കട്ടെ ജീവന് വിലയുണ്ടോ ഇല്ലേന്ന്.
ാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടായിട്ട് ഇങ്ങനെ സ്പ്രെഡാവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMP കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ, കരുണയില്ലാത്തവർ. ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇന്ത്യൻ ആർമിക്ക് കാരുണ്യവുമില്ല, കരുണയുമില്ല. ഇന്ത്യൻ ആർമി അവിടെ കാത്തു നിന്നിട്ടില്ലെങ്കിൽ ഇവനൊക്കെ ഇങ്ങനെ ഈ രാജ്യത്ത് കിടന്ന് അഹങ്കരിക്കാൻ പറ്റുമോ? നരകത്തിന് വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടത്തെ പ്രായാധിക്കുന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുമ്പോ ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ജീവനതുല്യ സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യും. നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം. എത്ര മക്കളെ, ഇവരുടെയൊക്കെ എത്ര സഹോദരിമാരെ ഇന്ത്യൻ ആർമി ബലാത്കാരം ചെയ്തിട്ടുണ്ട്? ഇവൻ ആരെങ്കിലും മദ്രസയിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ആ കാമഭ്രാന്തന്മാർക്കെതിരെ അരവാക്ക് മിണ്ടുമോ? അരവാക്ക് പ്രതിഷേധിക്കുമോ? ഇന്ത്യൻ ആർമി കശ്മലന്മാരാണെന്ന്, ഇന്ത്യൻ ആർമി പ്രായാധിക്യമുള്ള ആളുകളെ ആട്ടിച്ച് നശിപ്പിക്കുമെന്ന്, പെൺമക്കളെ ബലാത്കാരം ചെയ്യുമെന്ന്. ഇവനെ വയനാട്ടിൽ കൊണ്ടുപോയി നിർത്തണ്ടേ? ആ ഞാണിന്മേൽ ഇവൻ കടന്ന് ഉരുളട്ടെ എന്നല്ലേ വിചാരിക്കണം? പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടത്തെ പ്രായാധിക്കുന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുമ്പോ ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ജീവനതുല്യ സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യും. നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യും. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്? കാശ്മീരിന്റെ അവസ്ഥ എന്താ? ഇപ്പോ ഇന്ത്യൻ ആർമി എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ. ജിഹാദ് അസീസ് എന്താടാ വാപ്പാക്ക് കോണ്ട ഇട്ട് കൊടുത്തോണ്ടിരിക്കുവാണെന്നോ? ഉമ്മ ഇട്ട് കൊടുക്കൂലേ? അപ്പോ ഉമ്മ കഴിഞ്ഞിട്ടായിരിക്കും നിന്റെ വീട് അല്ലേ ജിഹാദ് അസീസേ? ആ ശരി, എന്നാ നടക്കട്ടെ. അതല്ല സുഗു, എന്റെ വീഡിയോ കാണാൻ തന്നെയല്ലടാ നീയും വന്നത് അല്ലേ? നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോടാ വലിഞ്ഞു കയറി വരാൻ? സ്പൈ ബി, എടാ ഉമ്മാടത് തുണി പൊക്കി നോക്കടാ, അതല്ലേ കുറച്ചും കൂടി നല്ലത്. ഇവിടെ വന്നിട്ട് എന്നോട് പറയുന്നതിനെക്കാട്ടിൽ എത്ര നല്ലതാടാ ഉമ്മാടെ തുണി പൊക്കി നോക്കുന്നത്. എടാ സക്കീർ ഹുസൈനെ, എന്റെ ക്വാളിറ്റി നോക്കാൻ നീ നടക്കണ്ട. അതിനു മുമ്പേ നിന്റെ മമ്മദിന്റെ ക്വാളിറ്റി പോയി നോക്ക്. 6 വയസ്സുള്ള കുഞ്ഞിനെ നോക്കി വെള്ളം ഇറക്കി മമ്മദിന്റെ ക്വാളിറ്റി പോയി നോക്ക് ചെല്ലേ. അതാണ് നിനക്ക് നല്ലത്. ഓ ആ ജിഹാദ് അസീസേ, ഓ വാപ്പാടെ സൂന പൊങ്ങുന്നില്ല, അത് പൊക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആളെ തപ്പി ഇറങ്ങിയതാണ്. ഞാൻ ആ ടൈപ്പ് അല്ല കേട്ടാ, വേറെ ആളെ നോക്ക്. ഹബീബേ, ആദ്യമേ നിന്റെ മമ്മദിന്റെ ഗുണ്ടകളോട് പറയടാ മര്യാദയ്ക്ക് സംസാരിക്കാൻ. ഇന്ത്യൻ മല്ലൂസ് കൊള്ളാം. ഉമ്മാടെ വീട്ടിൽ വിളിക്കുന്ന പേരാണോടാ? ആ കൊള്ളാം. അതാണ് ഇവരെ അർഹിക്കുന്ന രൂപത്തിൽ ഇവരെ അവഗണിക്കുക, അതാണ് പറ്റിയ മാർഗം. ഗുഡ് ഐഡിയ. ചിലരെങ്കിലും വീട്ടിൽ പറഞ്ഞു വിടാതെ പറ്റില്ല, അതുകൊണ്ട് ചിലരെ പറഞ്ഞു വിടുകയാണ്. ഓക്കെ, അപ്പോ ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഇവരുടെ അഭിപ്രായം എന്താ? ഇപ്പൊ ഇന്ത്യൻ ആർമി വയനാട്ടിൽ വന്നു. ജാതിയും മതവും നോക്കിയിട്ടാണോ ഓരോരുത്തരെയും രക്ഷപ്പെടുത്താൻ ഇറങ്ങിയത്? ആണോ? ആലോചിക്കണം. ആ ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഇത്രയും മോശമായി പറഞ്ഞ ഈ അലവലാദികള്
നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെ പറയേണ്ടി വരുന്നതാണ്. ഇന്നലെ ഞാൻ ബുധനാഴ്ച ഒരു ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയ ചത്തുപോയി. അവനെ ഇസ്രായേൽ പൊട്ടിത്തെറിപ്പിച്ചു. ഇരുമ്പ് ചട്ടി ഇല്ലാത്ത സമയത്തായിരുന്നു അവനെ പൊട്ടിച്ചത്. അതുകൊണ്ട് ഹൂറികൾ വലിയ നിരാശയിലാണ്. കാരണം ഇത്രയും കൊല്ലവും ഇവനെ ജനിപ്പിച്ച അത്ര 19 വയസ്സുണ്ട് ഇവന്. ഇത്രയും കൊല്ലവും മുത്തിനകത്തും ചിപ്പിക്കകത്തും ഒടിഞ്ഞു മടങ്ങിയിരുന്നതാ. ഇവൻ വന്നു കഴിഞ്ഞിട്ട് പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതും പറ്റിയില്ല. കാരണം ഇരുമ്പ് നിക്കറിടാത്ത സമയത്താണ് ഇസ്രായേൽ ആസനത്തിൽ ബോംബ് വെച്ച് പൊട്ടിച്ചത്. അതുകൊണ്ട് അവനങ്ങ് പൊട്ടിത്തെറിച്ചു പോയി. അവന്റെ ചോരയ്ക്കു വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഇറങ്ങി തിരിച്ചിരുന്നു. അവർക്കെതിരെ ഒരു വാക്ക് ഇവരാരെങ്കിലും സംസാരിക്കുമോ? അവര് കാണിക്കുന്ന ഈ വർഗീയതയും വിഭാഗീയതയും അന്യമത വിരോധവും രാജ്യവിരുദ്ധതയെ കുറിച്ചും ഇവര് സംസാരിക്കുമോ? ഇല്ല, ഇവർക്കതിന് പറ്റില്ല. കാരണം ഇവരും അതേ രൂപത്തിലുള്ള ആളുകളാ, ഇവരും അതേ ആശയക്കാരാണ്. അതുകൊണ്ട് ഇവർക്കൊരിക്കലും അത്തരം ഹമാസ് ഭീകരർക്കെതിരെ എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ ഇവർക്ക് പറ്റില്ല. മനസ്സിലായോ? ഇതുകൊണ്ടാണ് എനിക്ക് ഇവരോട് വളരെ പരുഷമായി രൂക്ഷമായി സംസാരിക്കേണ്ടി വരുന്നത്. 72 ഹൂറികൾക്കു വേണ്ടിയാണല്ലോ ഇവൻ പൊട്ടിത്തെറിച്ചത്. ഇസ്മായിൽ ഹനിയ പെട്ടെന്ന് തന്നെ അവൻ ഹൂറികളുടെ അടുത്തെത്തിയില്ലേ? എത്തിയില്ലേ? അതിന് ശരിക്കു പറഞ്ഞാൽ അവൻ നെതന്യാഹുവിനോടും ജൂതപ്പടയോട് മുഴുവനും നന്ദി പറയുകയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ തന്നെയാണ് അവൻ ചെയ്തതും. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് ഇസ്മായിൽ ഹനിയയെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടത് തീരെ അങ്ങോട്ട് സുഖിച്ചിട്ടില്ല. അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇസ്മായിൽ ഹനിയ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ജൂതന്മാരെ ഒക്കെ ഒന്ന് പൊട്ടിത്തെറിപ്പിക്കാമായിരുന്നു എന്ന ആശയമാണ് ഇവർക്ക്. അപ്പൊ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനിയും ഞാൻ വേറെ ഒരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ എങ്ങാനും ആരെങ്കിലും ഒരുത്തനെ പൊട്ടിത്തെറിപ്പിച്ചാൽ അവന് സ്വർഗം കിട്ടുമെന്നല്ലേ ഇവരുടെ വിശ്വാസം? അവനൊക്കെ 72 ഹൂറികളുടെ അടുത്തെത്തിയെന്നല്ലേ ഇവന്റെയൊക്കെ വിശ്വാസം? അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനോട് പകയുമായി ജമാഅത്തെ ഇസ്ലാമി ഇറങ്ങിത്തിരിക്കേണ്ട കാര്യം എന്താണ്? വളരെ പെട്ടെന്ന് ജൂതന്മാര് ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അത്രയും ഹൂറികൾ ഇനിയും അക്ഷമരായിട്ട് കാത്തിരിക്കേണ്ട, അത്രയും നല്ലതല്ലേ സംഭവിച്ചത്? ഇത് ഞാൻ വെറുതെ പറയുന്നതാണോ? ഇവരുടെ വിശ്വാസ പ്രകാരം ഒരുത്തൻ പൊട്ടിത്തെറിച്ചാൽ അവൻ ജിഹാദിയായി, അവൻ വേഗത്തിൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും. ഇവര് ഹമാസിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഹമാസിനെതിരെ ജാഥയ്ക്കും പ്രതിഷേധത്തിനും ഇറങ്ങത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഹമാസുകാരൻ ജെട്ടിയിടാതെ പൊട്ടിത്തെറിച്ചതിന്റെ പേരിൽ ജൂതപ്പടയോട് ആ ചോരയ്ക്ക് പകരം ചോദിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഇതാരുടെ കുഴപ്പമാണ്? ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ സമർപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യത്തോടാണ്. ഈ രാജ്യത്തോടാണ്. അവരുടെ കൂറും പ്രതിബദ്ധതയും ഈ രാജ്യത്തോടാണ്. ആ രൂപത്തിൽ പ്രതിജ്ഞ ചെയ്തിട്ട് തന്നെയാണ് അവർ ആ സൈനിക വേഷമെടുത്തണിയുന്നത്. അതുകൊണ്ട് അവർക്ക് 72 ഹൂറികൾ കാത്തിരിക്കുന്ന ഒരു ചിന്ത അവർക്കില്ല. രാജ്യത്തിനു വേണ്ടി നമ്മുടെ ജീവൻ പോയാലും സാരമില്ല. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ഇണകളുണ്ട്, മക്കളുണ്ട്. എന്നാലും അവരുമൊക്കെയായി ആലോചിച്ചിട്ട് തന്നെയാണ് ഇവർ ഇന്ത്യൻ ആർമിയിലേക്ക് ചേരുന്നത്. നോക്കിക്കോ, അങ്ങനെ പൊട്ടിത്തെറിച്ച ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടി ഈ നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് പ്രതിഷേധത്തിനിറങ്ങിയ ഇവർ ഏതാശയമാണ് ഒന്നുകിൽ ഇസ്ലാമിനെ പിൻപറ്റണം, അതല്ലെങ്കിൽ ഇസ്ലാമിനെ കളയണം. ഇസ്ലാമിനെയും ഇവർ പിൻപറ്റുന്നില്ല. നോക്കിക്കോ. പിന്നെന്ത് കരുതി? സലാഹുദ്ദീന് നഷ്ടം പറ്റിയോ? രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയോ? ഇല്ല. ഹബീബായ റസൂൽ പറയുന്നു, രക്തസാക്ഷികൾക്ക് നഷ്ടം പറ്റിയിട്ടില്ല. അവൻ രക്തസാക്ഷിത്വം വഹിക്കുന്നതോടെ പടച്ച തമ്പുരാൻ ഈമാനിന്റെ ആഭരണങ്ങൾ അവൻ അണിയിച്ചു കൊടുക്കുകയാണ്. ഈമാനിന്റെ ആഭരണങ്ങൾ അണിയിച്ചു കൊടുക്കുകയാണ്. ആ രക്തസാക്ഷിക്ക് പടച്ചവൻ സ്വർഗത്തിൽ നിന്ന്
72 ഹൂറില്ലീങ്ങളെ അവന് ഇണകളായി കൊടുക്കുകയാണ്. നാളെ ഈ സലാഹുദ്ദീന്റെ ഭാര്യ ആ 72 ഹൂറുകളുടെയും റാണിയായി കൊണ്ട് സലാഹുദ്ദീനോട് ചെന്നു ചേരുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. പടച്ച തമ്പുരാൻ ആ ഭാര്യയെ സ്വീകരിക്കാൻ 72 ഹൂറില്ലീങ്ങളെ ഇപ്പോഴേ ഷഹീദ് സലാഹുദ്ദീൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് ഇണകളായി തോഴികളായി നിശ്ചയിച്ചു കൊടുക്കുക. ആരാടോ പറഞ്ഞത് സലാഹുദ്ദീന് നഷ്ടം സംഭവിച്ചു പോയെന്ന്? ആര് പറഞ്ഞു? ഒരു നഷ്ടവുമില്ല. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വയുജാറു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെടുകയാണ്. ഒരു രക്തസാക്ഷിക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വം ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. വയഉമനു മിനൽ ഫസഇൽ അക്ബർ, അതിഭയങ്കരമായ കുലുക്കങ്ങൾ ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ലോകം മുഴുവനും കിടുങ്ങി വിറച്ചിട്ടും മനുഷ്യൻ കഷ്ടപ്പെടുമ്പോഴും ഒരു കുലുക്കവുമില്ലാതെ ഖബറുകളിൽ നിന്നും എഴുന്നേറ്റ് രക്തമൊലിപ്പിക്കുന്നതായ ശരീരവുമായി വെട്ടേറ്റപ്പെട്ട മുറിവുകളുമായി അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് നീങ്ങുന്നത് ശുഹദാക്കളായിരിക്കുമെന്ന് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീൻ നഷ്ടമായി പോയെന്ന്? ആരാ പറഞ്ഞത് ഞങ്ങളുടെ സലാഹുദ്ദീൻ നഷ്ടത്തിലായി പോയെന്നില്ല? രക്തസാക്ഷികൾക്കൊരു നഷ്ടവുമില്ല, ലാഭങ്ങൾ മാത്രമാണുള്ളത്. സലാഹുദ്ദീൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തല വെട്ടിപ്പിളർന്നിട്ട് ആ മുറിവ് അങ്ങനോടെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന രക്തമൊക്കെ ഒലിപ്പിച്ചിട്ട് കയറി വരുമ്പോ ഇലൈഹിം റബ്ബുക, പടച്ച തമ്പുരാൻ രക്തസാക്ഷികളെ കാണുമ്പോൾ അള്ളാഹു താല പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുമെന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹു അതിനുള്ള ഒരു അവസരം നമുക്ക് തരട്ടെ. പുഞ്ചിരിയോടുകൂടി പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്ന രക്തസാക്ഷികൾ, അന്ന് അള്ളാഹു കൊടുക്കുന്ന ഒരു ആദരവുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, വയൂളഉ അലാ റഅസിഹി താജുൽ വഖാർ, ഗാംഭീര്യതയുടെ കിരീടം പടച്ച തമ്പുരാൻ ആ തലയിലേക്ക് വെച്ചു കൊടുക്കും. ഗാംഭീര്യതയുടെ ഒരു കിരീടം. സലാഹുദ്ദീൻ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ബ്രഹ്മം വിഷ്ണു. അപ്പോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ചാവേർ ആക്രമണത്തില് സലീനയ്ക്ക് എന്താടി വേണ്ടത്? അപ്പിക്കുപ്പായക്കാരിക്ക് എന്താടി വേണ്ടത്? എന്റെ അഡ്രസ്സോ, ഞാൻ എന്ത് ചെയ്യുന്നെന്നോ, എവിടെയാണെന്നോ? നീ മോശമില്ലല്ലോടി. കാക്കമാരെക്കാട്ടില് വിളഞ്ഞ പുള്ളിയാണല്ലോടി നീ. ഇവിടെ ഒരു സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു മുതുകാലൻ പൊട്ടിത്തെറിച്ചു. അതിനു വേണ്ടിയിട്ട് ഇവര് ഭയങ്കരമായ നിലവിളി. ആ സമയത്ത് പറയാണ്, ആരാ പറഞ്ഞത് സലാഹുദ്ദീന് നഷ്ടം സംഭവിച്ചെന്ന്? സലാഹുദ്ദീന് നഷ്ടം സംഭവിച്ചോ? ഇല്ല. അവന് 72 ഹൂറികളെ അള്ളാഹു ഇതിനോടകം നൽകി കാണും. നിങ്ങള് സലാഹുദ്ദീന് വേണ്ടി നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്ന സമയത്ത് അയാൾ 72 ഹൂറികളുമായിട്ട് ആടിപ്പാടി നടക്കുക. അപ്പോ ഇസ്മായിൽ ഹനിയ രക്തസാക്ഷിയല്ലേ? ഇപ്പൊ ഇസ്മായിൽ ഹനിയയും മുഹമ്മദ് ദൈഫും എവിടെയാ? 2 പേരും കുറെ നേരമായല്ലോ ഈ സ്റ്റാറ്റസ് മാസ്റ്റർ വന്നിട്ട് വലിച്ചു നീട്ടാതെ കാര്യം. ഇത് ലൈവല്ലടാ, നിനക്ക് എന്താ അറിയേണ്ടത്? ഒറ്റ വാക്കിൽ നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാമെന്ന് വല്ല പറഞ്ഞിട്ടുണ്ട്? ഇറങ്ങിപ്പോടാ. കുറെ നേരമായി വലിച്ചു നീട്ടാതെ കാര്യം പറയാൻ. അവനെന്താ നീട്ടാൻ വന്നാനാ? കുറെ നേരമായി അതേ കമന്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇസ്മായിൽ ഹനിയ പൊട്ടിത്തെറിച്ചു. അവന്റെ ദൗർഭാഗ്യമാണോ അതോ ഹൂറികൾ രക്ഷപ്പെട്ടത് കൊണ്ടാണോ അവൻ ഇരുമ്പ് ചെത്തിയിട്ടില്ല? ഇപ്പോ നെതന്യാഹുവിന് അത് നോക്കാനും കൂടി മൊസാദിനെ ഏൽപ്പിക്കാൻ പറ്റും. നിങ്ങളൊന്ന് പറ, മൊസാദ് എന്തൊക്കെ നോക്കണം? ഇസ്രായേലിന്റെ ചാര സംഘടനയാണെന്ന് കരുതി ഒരുപാട് ദൗത്യങ്ങളൊന്നും ഏൽപ്പിച്ചു കൊടുക്കരുത്. അവർക്കല്ലെങ്കിൽ തന്നെ ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ഇയാളുടെ തുണി പൊക്കി ഇയാൾ ഇരുമ്പ് നിക്കർ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ബോംബ് വെച്ച് ആസനത്തിൽ വെച്ച് പൊട്ടിക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും ബോംബ് വെച്ച് പൊട്ടിച്ചു. അപ്പോ ഇവര്
ഇസ്രായേലിനോട് പകരം ചോദിക്കുമെന്ന്. അസ്സലാം അസ്സലാം ഇസ്മായിൽ ഹനിയ അസ്സലാം. എന്നിട്ട് ഇസ്മായിൽ ഹനിയ എപ്പോഴോ സമാധാനത്തിലായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അയാൾക്കൊന്നുമല്ലെങ്കിൽ അയാൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ 72 കിളുന്തുകളെ കിട്ടി. നിനക്കൊക്കെയോ ആലോചിക്കണം. അവർക്ക് കിട്ടിയത്, ഇസ്മായിൽ ഹാനിയയ്ക്കും മുഹമ്മദ് ദൈഫിനും ലഭിച്ചത് 72 സ്ത്രീകളെ മാത്രമല്ല, വിശക്കുന്ന യോനികളെ കൂടി കിട്ടി. വിശപ്പും ദാഹവുമാണ് അവർക്ക്. ആകെ ഭക്ഷണമല്ല വേണ്ടത്, വെള്ളമല്ല വേണ്ടത്, സെക്സ് ആണ്. അങ്ങനെ എത്ര കലാപരമായിട്ടുള്ള വ്യാഖ്യാനമാണല്ലേ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടേത്. ഞാൻ പറഞ്ഞതല്ല. വിശക്കുന്ന യോനി എന്ന് പറയുമ്പോഴേക്ക് എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടാ മുറിയന്മാരെ. ഇസ്ലാം അംഗീകരിക്കുന്ന, ഇസ്ലാമിലെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിശ്വസിക്കുന്ന അൽ ഇത്ഖാൻ ഫിൽ ഉലൂമുൽ ഖുർആൻ, ഇത്ഖാനിലുള്ളതാ. ഈ ഗ്രന്ഥത്തിലെ 351 പേജിലാണ് ഇങ്ങനെ കലാപരമായി ഹൂറികളെ കുറിച്ചിട്ടുള്ള വർണ്ണനയുള്ളത്. 72 ഹൂറികൾക്കും ഭയങ്കരമായി വിശക്കുന്ന, പുരുഷന്മാർക്കു വേണ്ടി അത്യാഗ്രഹത്തോടെ കാമദാഹത്തോടെ കാത്തിരിക്കുന്ന 72 ഹൂറികളെ കുറിച്ച് പറയുന്നത്. ഹൂറികളെ സംബന്ധിച്ചായി സംസാരിക്കുന്നത്. ഓരോ തവണയും അവരുമായി മുസ്ലിം പുരുഷന്മാർ, ബ്രാക്കറ്റിൽ മുസ്ലിങ്ങളുണ്ട് അതിനകത്ത്, അവരുമായി ബന്ധപ്പെടുമ്പോഴെല്ലാം അവർ കന്യകമാർ തന്നെയായിരിക്കും. ആദ്യ രാത്രിയുടെ സുഖം അവർക്ക് വീണ്ടും 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 കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന്. എന്നിട്ട് പറയാണ് ആ ഗ്രന്ഥത്തില്, നിങ്ങളുടെ ലിംഗം ഒരിക്കലും മൃദുവാകില്ല, പോരടാ മുറിയന്മാരെ. ഉദ്ധാരണം എന്നേക്കുമുള്ളതായിരിക്കും, മടുക്കില്ല, ഒരു വിരസത അനുഭവപ്പെടില്ല, ഒരു ചേഞ്ച് വേണമെന്ന് തോന്നില്ല. അവിടെ കസേരകളില്ലാത്തത് കൊണ്ട് കട്ടിലിൽ ചാരിയിരിക്കുന്നവരായിരിക്കും ഈ ഹൂറിമാർ. ചേഞ്ചിന് വേണ്ടിയിട്ട് മാറി 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 മാറി. ആഹാ, ഇസ്മായിൽ ഹനിയൊക്കെ ഇപ്പൊ അത് ആസ്വദിക്കുമ്പോ ഇസ്മായിൽ ഹനിക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറെ എണ്ണം കിടന്ന് കരയുക. എന്നിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോഴെല്ലാം ഈ ലോകത്തിൽ ഉള്ളതുപോലെ അല്ല നിങ്ങളുടെ അനുഭവം. എന്നിട്ട് അഭൗമമായ അനുഭൂതി, ആ പദമാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഓരോ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും, ബ്രാക്കറ്റിൽ മുസ്ലിങ്ങളൊന്നുണ്ടേ, ഭൂമിയിലെ ഭാര്യമാരെ കൂടാതെ 70 ഹൂറികളെ വീതം ലഭിക്കും. അവരുടെ എല്ലാം യോനിക്ക് വലിയ വിശപ്പും ഉണ്ടാകും. വിളിക്കടാ, എന്റെ തന്തയ്ക്കും തിളയ്ക്കും വിളിക്കടാ, എന്റെ തന്തയ്ക്കും തിളയ്ക്കും വിളിക്കടാ നീയൊക്കെ. ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥത്തിലുള്ളതാ. ഇതൊക്കെ നമ്മുടെ പുസ്തകങ്ങളിലുള്ള വസ്തുതകൾ പറയുമ്പോ നീയൊന്നും എന്നെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാനിത് പറയാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഗ്രന്ഥം നീയൊക്കെ കണ്ടിട്ടുണ്ടാ? ഈ തെറി പറയുന്ന ഏതെങ്കിലും നല്ല വാപ്പാക്ക് ജനിച്ച മക്കള് ഈ ഗ്രന്ഥം കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാമോ ഈ ഗ്രന്ഥത്തെ കുറിച്ച്? അബിത് പോയോ? മറുപടി കൊടുക്കാൻ വേണ്ടി പോയത്. അപ്പോഴത്തേക്കിന് അവൻ തന്നെ കമന്റ് ഡിലീറ്റ് ചെയ്ത് പോയി. അതാണ് നിനക്ക് നല്ലത് കേട്ടാ. ഇമാതിരി കമന്റുകൾ ഇട്ടാലേ നിന്നെ ഞാൻ നിന്റെ ഉമ്മയുടെ കൂടെ കൊണ്ട് എങ്ങ് കിടത്തു. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. 4 എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഈ ഗ്രന്ഥത്തിലുള്ള വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. നൗഫലേ, നിന്റെ ഉമ്മയെ കുറിച്ച് ഇങ്ങനൊക്കെ പറയാവിടാ. സേഫു വാപ്പ പുഴുത്ത പട്ടിയാണെന്നാ. ശരി, അപ്പോ ഇത്ഖാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ
ഇവരാരും കണ്ടിട്ട് പോലുമില്ല കേട്ടോ ഈ ഗ്രന്ഥത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇവർക്ക് ഉച്ചി മുതൽ ഉള്ളങ്കാലു വരെ മതമാണ്. ഈ ഇരുമ്പ് നിക്കറിട്ടാൽ ശരീരം മുഴുവനും പൊട്ടിത്തെറിച്ചാലും കല്യാണ സാധനത്തിന് കേടുവരില്ല, അത് പൊട്ടിത്തെറിക്കില്ല എന്ന് വിശ്വസിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ ഇറങ്ങുന്ന ആളുകളുടെ തല കൊണ്ടാണോ അവർ ചിന്തിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും വേണ്ട. ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ പോയ കുറച്ച് കുട്ടികൾ, അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമസ്കരിക്കണം. അതിന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനകത്ത് തന്നെ ഇവരൊരു റൂം ആവശ്യപ്പെടുന്നു, പള്ളി റൂം. ഇവർക്ക് നിസ്കരിച്ച് വീട്ടിലിരുന്നാ പോരെ? ഇവർക്ക് ആ സ്ഥാപനത്തിലേക്ക് കെട്ടിയെടുക്കേണ്ട കാര്യമുണ്ടോ? ഇവരുടെ തലയിൽ നിന്നും വന്ന ആശയമല്ല ഇത്. കൃത്യമായി ഇവരുടെ തന്നെ മതപ്രചാരകര്, മതപ്രഭാഷകര്, മതപുരോഹിതർ ഇവർക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ പോയാൽ എങ്ങനെ ആയിരിക്കണം, പതിയെ നമുക്ക് ആ സ്ഥാപനം മതവൽക്കരിക്കാം. പൊന്നാനിയിൽ കൊണ്ടുപോയി സ്ഥാപനത്തിന്റെ സുന്നത്ത് കർമ്മം ചെയ്യണമെന്നല്ലേ ഉള്ളൂ, അതൊക്കെ ക്രമേണ ചെയ്യാം. ആ ട്യൂഷനൊക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ വിഷയത്തിനും വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഈ വിഭാഗത്തിലെ മുജാഹിദ് വിഭാഗത്തിന്റെ സക്കരിയ സ്വലാഹി പറയുന്നത് മര്യാദയ്ക്ക് വീട്ടിലിരുന്നു എന്നാണ്. നിന്റെ മക്കളെ നീ പഠിപ്പിക്കാൻ വിട്ടത് കൊണ്ടല്ലേ അവർക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ലാത്തത്, അതുകൊണ്ട് വീട്ടിലിരിക്കാൻ പറഞ്ഞു. രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയൊന്നും തിരിച്ചെത്തുമ്പോ അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് 100 ദിവസം നിസ്കരിക്കാൻ പറ്റൂല. മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ എന്നെ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം, എന്റെ കുട്ടിയുടെ +2 ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോന്ന് അള്ള ചോദിക്കുക. നിന്റെ കുട്ടി ദൂരസ്കരിച്ചോ അസംസ്കരിച്ചോ നിന്നോടും ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കണ്ടില്ലേ? അപ്പൊ ഇവരുടേത് കുറച്ചും കൂടി കുഴപ്പമില്ലാത്ത ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് നമസ്കരിക്കണമെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാപനത്തിന് അതിനുള്ള സൗകര്യമില്ല, മര്യാദയ്ക്ക് വീട്ടിലിരുന്നോ നിങ്ങള്. അതുപോലെയാണ് ഈ ഹൂറികളുടെ അവസ്ഥയും. മര്യാദയ്ക്ക് സ്വർഗത്തിലിരുന്ന ഹൂറികളോട് അള്ളാഹു ഒരുത്തം വരുന്നുണ്ട്, വിഷമിക്കണ്ട, നെതന്യാഹു ഏതാണ്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട്, ഉടനെ തന്നെ നിങ്ങൾക്ക് അവനെ വിട്ടുതരും. പോയി നോക്കിയപ്പോൾ കല്യാണ സാധനം പൊടിഞ്ഞുപോയി, കത്തിക്കരിഞ്ഞുപോയി. അപ്പൊ 72 ഹൂറികളും അവര് വെറുതെ അവര് മുത്തിനകത്തിരുന്നേനെ, മുത്തിനകത്തുനിന്ന് പുറത്തെടുക്കാതിരുന്നാ മതിയായിരുന്നു. അതോ അതിനെ സംബന്ധിച്ചിട്ടാണ് ഇത്തക്കാൻ പറയുന്നത്, വിശപ്പുള്ള യോനികളും ഉണ്ടായിരിക്കുമെന്ന് അവർക്ക്. എങ്ങനെയുണ്ട്? എന്നിട്ട് അവസാനം കാക്കായ്ക്കാണെങ്കിൽ പറ്റത്തുമില്ല. ഈ മതം എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ കാക്കാമാർ ലൈംഗിക വൈകൃതത്തോടു കൂടിയുള്ള കമന്റുകൾ ഇടുന്നത് എന്ന് മനസ്സിലായോ? ഇവരുടെ ഉച്ചി മുതൽ ഉള്ളം കാലുവരെ ലൈംഗിക ചിന്തകൾ മാത്രമാണ്. ഇത് മാത്രമേ ഇവർക്കുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ കേട്ടോ. ഓർത്തോളി, ഇനി അങ്ങനെ തൗബ ചെയ്ത് എത്ര നാൾ എല്ലാം തരും. കുടിക്കണം, ഒന്നും പറയാൻ സമയമില്ല. കുടിക്കാനുണ്ട്, നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് നീ ആഗ്രഹിക്കുന്നത് മുഴുവൻ അള്ളാഹു തരാം. ഏത് തരത്തിൽ വേണം? ഹണീബി വേണോ, കൊണ്ടസ വേണോ, വൈറ്റ് മിസ്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചന്ത, എലി, പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടുന്ന് അള്ളാഹു തരുന്ന ഇതൊന്നുമല്ല. തീർന്നില്ല. വലിയൊരു സാധനം, ഭയങ്കര സാധനം, ബഹുത്ത് ബഡ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനം. അതാണ് അടുത്തത് അള്ളാഹു പറയുന്നത്. വിശദീകരിക്കത്തില്ല. പരിശുദ്ധവതികളായ സുന്ദരികളായ വെളുത്തു തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അള്ളാഹു തആല കൂടെ അങ്ങോട്ട് സമ്മാനിക്കും. പരിശുദ്ധവതികളായ പെണ്ണാണ്. ഹൈദ്, നിഫാസ്,
മലമൂത്ര വിസർജനം, വിയർപ്പ്, ദുർഗന്ധം വമിക്കുന്ന വിയർപ്പ്, ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ താരങ്ങൾ. ഇവിടുത്തെ ഒരു പെണ്ണ് ലൈവ് ബോയ് എങ്ങനെയുണ്ട്? ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെങ്ങനെയെങ്കിലും ഈ മതത്തിൽ കുറച്ചാളുകളെയെങ്കിലും പിടിച്ചു നിർത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഹൂറികളെ സ്വർഗത്തിൽ കിട്ടും. എടാ ജോൺ ജാഫറെ, ഞാൻ പറഞ്ഞു വരുന്നതാണോടാ അള്ളാഹു കള്ള് കച്ചവടക്കാരനാണെന്ന്? ഇപ്പൊ പറഞ്ഞവൻ അവനല്ലടാ പറയുന്നത് അള്ളാഹു കള്ള് ഇന്ന ഇന്ന ബ്രാൻഡിന്റെ പേരുകൾ പറഞ്ഞിട്ട് അതൊക്കെ അള്ളാഹു തരുമെന്ന് അവനല്ലേ പറയുന്നത്? വ്യഭിചരിക്കാനുള്ള സൗകര്യം സ്വർഗത്തിൽ തരുമെന്ന് പറയുന്നത് അവനല്ലേ, ഞാനാണോ? എല്ലാ ബ്രാൻഡുകളും അടിച്ച് കിറങ്ങിയിരിക്കുന്ന അവനൊക്കെ അറിയാം അതിനെക്കുറിച്ച്. എനിക്കതിനെ സംബന്ധിച്ചിട്ടൊന്നും അറിയില്ല, അറിയണമെന്ന് തോന്നിയിട്ടുമില്ല. മറ്റുള്ളവർ അറിയുന്നത് മോശമാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. അപ്പോ ഇവർക്ക് എങ്ങനെയാണ് ഇന്ത്യൻ ആർമി അംഗീകരിക്കാൻ പറ്റുന്നത്? പക്ഷേ ഹൂറികൾക്കു വേണ്ടിയാണ് ഇവര് പിറന്ന മണ്ണിനെ പോലും തള്ളിപ്പറയാൻ തയ്യാറാകുന്നത്. പിറന്ന മണ്ണ് പോലും മോശമാണ് എന്ന് പറയാൻ തയ്യാറാകുന്നത് അതുകൊണ്ടാണ്. പക്ഷേ തലയ്ക്കകത്ത് ആളുതാമസം വന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ശക്തമായി പ്രതികരിച്ചു തുടങ്ങി. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇപ്പൊ വെടിപ്പായി പറയുന്നുണ്ട്, രാ നിന്റെ മതത്തെക്കുറിച്ച് നീ കൂടുതലൊന്നും പണയണ്ട, ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം കുറച്ചായി കേട്ടോ, നമ്മുടെ വിദ്യാ ഗുരുസാഗർ മൂർത്തി, അബ്ദുള്ളയാണെന്ന് തോന്നുന്നു, വേറെ ആരൊക്കെ ഉണ്ട്, എല്ലാരും കൂടി ചർച്ചയ്ക്കിരുന്ന സമയത്ത് ഹൂറികളെ കുറിച്ചിട്ട് ഒരു ചർച്ച വന്നു. ഓരോരുത്തരും കേൾക്കേണ്ടുന്ന ചർച്ചയാണത്. കുറച്ചേ ഉള്ളൂ, നമുക്കതൊന്ന് കേൾക്കാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഹിന്ദുക്കൾക്കേ കാര്യം മനസ്സിലായി തുടങ്ങി. ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? ഗുരുമൂർത്തിയെ കള്ളത്തരം ശ്രീ അബ്ദുള്ള, താങ്കൾ ഒരു ദിവസം എത്ര സത്യം പറയുന്നുണ്ട്? പൂർണ്ണമായും ഞങ്ങൾക്ക് ഇസ്ലാമികമായിട്ട് ഞങ്ങൾക്ക് കളവ് പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല ഞങ്ങൾക്ക് ഇസ്ലാമികമായിട്ട്. അല്ലെ, ശ്രദ്ധിക്കണം പ്ലീസ്. കാരണം ഹൂറിമാരവിടെ കാത്തിരിപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ കള്ളം പറയുകയാണെങ്കിൽ അവരെ തിരസ്കരിക്കും. 81 വയസ്സിൽ ഹൂറിമാരെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? 81 വയസ്സിൽ ഹൂറിമാരെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ഊരിമാരെ നാളെ ഞങ്ങൾ ഈ ലോകത്തിലെ ഊരിമാരെ വേണ്ടെന്ന് വെക്കുന്നതും കണ്ടില്ലെന്ന് വെക്കുന്നതും അവഗണിക്കുന്നതും അവരെ കണ്ടാൽ അങ്ങോട്ട് നോക്കാതിരിക്കുന്നതെല്ലാം നാളെ സ്വർഗത്തിലെ ഊരിമാരെ കിട്ടാനാണ്. താങ്കളും അത് പിൻപറ്റിക്കൊണ്ട് ഊരിമാരെ കിട്ടും. എനിക്ക് ഊറിമാര് വേണ്ട, എനിക്ക് എന്റെ ഭാര്യ മതി. എനിക്ക് എന്റെ ഭാര്യ മതി, എനിക്ക് ഊറിമാരെ നോക്കിയിരിക്കണമായില്ല. അത് ഏതുപോലെ ബിരിയാണി കൊടുത്തെങ്കിലോ എന്നുള്ള സലീം കുമാർ പറഞ്ഞ സാധനമാണ്. നീ ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ ഒരു ഊരി എന്റെ ഭാര്യ മറ്റേ എന്റെ ഭാര്യ ഞാൻ അഗ്നിസാക്ഷിയായി വേളി കഴിച്ച ഭാര്യ, എനിക്ക് അഗ്നിക്കൂട്ട പറഞ്ഞു എന്റെ ഭാര്യ മതി. എനിക്ക് ഹൂറി മാറി വേണ്ട. അല്ല, ഖുർആനിൽ സ്ത്രീകൾക്ക് ഹൂറന്മാരുണ്ടോ? അതെ, അത് മരിച്ചു ചെന്നാൽ സ്ത്രീകൾക്കുണ്ടോ? സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ? ഹൂറന്മാരുണ്ടോ? മരിച്ചാൽ തങ്ങളുടെ ഭാര്യയും അതുപോലെ ഖുർആനിൽ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ അനേക പുരുഷന്മാരെ കൊടുക്കോ? സ്ത്രീകൾക്ക് മര്യാദയായി ജീവിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീക്ക് സ്വർഗത്തിൽ ചെന്നാൽ അള്ളാഹു ആണുങ്ങളെ കൊടുക്കുമോ ഇല്ലയോ? ഉത്തരം പറയൂ. സ്ത്രീകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യത്തെ ഖുർആൻ ഏത് വാക്യത്തിലാണ് സ്ത്രീകൾക്ക് ആണുങ്ങളെ കൊടുക്കുന്നു പറയുന്നത്? സ്ത്രീകൾക്ക് ആണുങ്ങളില്ല, പുരുഷന്മാർക്ക് മാത്രം പെണ്ണുങ്ങളെ കൊടുക്കുന്നു. ഇതാണ് അള്ളാഹു ചെയ്യുന്നത്. സ്ത്രീകൾ എത്ര മര്യാദ ജീവിച്ചാലും അവർക്ക് സ്വർഗത്തിൽ ആണുങ്ങളില്ല. അത് അല്ല നിൽക്കട്ടെ, നമ്മളിപ്പം മലയാളത്തിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഹീന്. എന്താ ഷീൻ ഉപയോഗിക്കാത്തത്? എന്താണ് പുരുഷന് 72 പേരെ കൊടുക്കുന്ന ദൈവം സ്ത്രീക്ക് എന്ത് കൊടുക്കുന്നു? സ്ത്രീക്ക് എന്ത് ഓഫറാണുള്ളത്? എവിടെയെങ്കിലും എവിടെയെങ്കിലും സ്ത്രീകൾക്ക് ഹൂറന്മാരെ കൊടുക്കുന്നുണ്ടോ? ഊരിനെ വേണമെങ്കിൽ ഖുർആനിൽ എവിടെയെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടോ? എന്റെ ചോദ്യം, ഖുർആനിൽ എവിടെയെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഇതുപോലെ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയണ്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഇതാണ് ഇത് സംഗതി. എന്തിനാ പറയുന്നത്? അതെങ്ങനെ മനസ്സിലാവുക? എല്ലാം തികഞ്ഞ ഗ്രന്ഥത്തിൽ എന്താണ് ഈ അവ്യക്തത? എല്ലാം തികഞ്ഞ ഗ്രന്ഥത്തിൽ എന്താണ് ഈ അവ്യക്തത? പറയൂ. ശരി, എല്ലാം തികഞ്ഞ ഗ്രന്ഥത്തില് മദ്രാസിൽ നിന്ന് എപ്പോഴാണ് ട്രെയിൻ പുറപ്പെടാന്നുണ്ടാവോ?
അതൊക്കെ അല്ല ചോദ്യമല്ല. സ്വർഗത്തിൽ ഒരു പുരുഷൻ ചെന്നാൽ അവന് 72 സ്ത്രീകളെ കൊടുക്കുന്നുവെങ്കിൽ അതുപോലെ അനുസരണയോടെ ജീവിക്കുന്ന നല്ലൊരു സ്ത്രീക്ക് എന്തുകൊണ്ട് 72 പുരുഷന്മാരെ കിട്ടിക്കൂടാ? എവിടെയെങ്കിലും പരാമർശമുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. 72 അറിയില്ല, 72 70 60 90 എനിക്ക് പ്രശ്നമില്ല. എത്ര ആയിക്കോട്ടെ, എന്തായാലും അവിടെ എൻജോയ്മെന്റ് മേഖലയിൽ സ്ത്രീകൾക്ക് ഇതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ പുരുഷന് 4 സ്ത്രീകളെ അനുവദിച്ച പോലെ ഭൂമിയിൽ സ്ത്രീക്ക് എത്ര പുരുഷന്മാരാവാം? ഭൂമിയിൽ സ്ത്രീക്ക് എത്ര പുരുഷന്മാരെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്? സ്വർഗത്തിലോ? ഭൂമിയിലെ കാര്യം ഇസ്ലാം ഒരു പുരുഷൻ അനുവദിക്കുന്നു, പറ്റില്ലെങ്കിൽ വംശം നിലനിൽക്കേണ്ടത് മുഴുവനാക്കട്ടെ. ഒരു പുരുഷനെ ചോദ്യം ചോദിക്കാനും മറുപടി വരെ കേൾക്കാൻ ശ്രമമില്ലെങ്കിൽ ചോദ്യം ചോദിക്കുക. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീക്ക് ഭൂമിയിലും പുരുഷനില്ല, സ്വർഗത്തിലും പുരുഷനില്ല. പുരുഷന് ഭൂമിയിലും സ്ത്രീകളുണ്ട്, സ്വർഗത്തിലും സ്ത്രീകളുണ്ട്. പറയലേ, വിവരക്കാരി വിളിച്ചു പറയലേ. ഇങ്ങനെ ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ എന്താ പറയാ? പുരുഷൻ എന്നിട്ടാ നിങ്ങൾ ഇവിടെ മറ്റുള്ളവരൊന്നിപ്പോ അവനാന്റെ സ്വന്തം ഭാര്യയുമായി മാത്രം ബന്ധപ്പെടുന്ന ആൾക്കാർ. ധൈര്യമായിട്ട് പറയാം. ഞാൻ 4 5 6 കെട്ടിയിട്ട് അടിമ സ്ത്രീകളെ കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അടിമ സ്ത്രീകളെ കെട്ടിക്കോളൂ, അടിമ സ്ത്രീകളെ കെട്ടിക്കോളൂ എന്ന് പറയുന്ന ദൈവത്തിനല്ല. നീ അടിമ സ്ത്രീകളെ നോക്കിക്കോളൂ, നിനക്ക് ഇഷ്ടപ്പെടുന്നത് അടിമകളെ കെട്ടിക്കോളൂ. അടിമകളെ വരെ കൂട്ടിക്കൊടുക്കുന്ന അവസ്ഥ എന്താണ്? അടിമകളെ വരെ കൂട്ടിക്കൊടുക്കുന്ന അവസ്ഥ എന്താണ്? സ്ത്രീകളുമായി 5366 സ്ത്രീകളുമായി ഞാൻ ബന്ധപ്പെട്ടു എന്ന് അമേരിക്കക്കാരനാ പറഞ്ഞത്. അതൊന്നും നമ്മുടെ ചിന്തയിലുള്ള കാര്യമല്ല. അതൊന്നും ഞാൻ ആൻസറബിൾ അല്ല. എന്റെ ചോദ്യം ദൈവം നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ഒരാളോട് പറയാണ്. ഇപ്പൊ മനസ്സിലായോ? ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ധൈര്യം വന്നു. അവർക്ക് ഇസ്ലാമിക ഗ്രന്ഥത്തെ സംബന്ധിച്ച് ഒരു മുസ്ലിം പുരോഹിതനേക്കാൾ അറിവുണ്ട്. അതുകൊണ്ട് അവരെ ധൈര്യസമേതം ചോദിക്കും, സ്ത്രീകൾക്ക് ഖുർആനിൽ എന്താണുള്ളത് സ്വർഗത്തില്? കുറെ എണ്ണം വന്നിട്ടുണ്ട്, പറഞ്ഞു വിട്ടേക്കാൻ പറ്റാത്ത ആളുകളെയൊക്കെ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അനാവശ്യം പറയുന്ന ആളുകളെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ ഒന്നുമില്ല. ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന, മര്യാദയ്ക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുസരണയോടെ ഇബാദുർ റഹ്മാൻ കാരുണ്യവാന്റെ അടിമയായി ജീവിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള പുരുഷന്റെ തന്നെ 73ാമത്തെ ഒരു പദവി കിട്ടിയാൽ, ഇനി അവന് 3 4 ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 4 പേരിൽ ആരെയാണ് സ്വർഗത്തിൽ 73ാം സ്ഥാനത്തെ ഹൂറിയായിട്ട് പരിഗണിക്കുന്നത് എന്നറിയത്തുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഇസ്മായിൽ ഹനിയ എത്തേണ്ടിടത്ത് എത്തി. അയാള് ആസ്വദിക്കേണ്ടതുപോലെ അയാളുടെ ലൈഫ് ആർമാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ചില ആളുകള് അവർക്ക് തീരെ പറ്റുന്നില്ല. ഇസ്മായിൽ ഹനിയ അങ്ങോട്ട് പോയത് അയാൾ ആർമാദിക്കുവാണെന്ന് ഇവരുടെ വിശ്വാസപ്രകാരം ഇവരങ്ങ് വിശ്വസിച്ചാൽ പോരെ? കഴിഞ്ഞില്ലേ കാര്യം? ശരി, ഇസ്മായിൽ ഹനിയ സ്വർഗത്തിൽ ഹൂറികളുമായി ആർമാദിക്കുന്നു. കുറച്ചു നേരത്തെ പറഞ്ഞു വിട്ടതിന്റെ പേരിൽ നെതന്യാഹുവിന് വേണമെങ്കിൽ നമുക്കൊരു സല്യൂട്ട് അടിക്കാം, അതല്ലെങ്കിൽ ഒന്ന് നമിക്കാം, അതല്ലെങ്കിൽ ഒന്ന് നന്ദിയെങ്കിലും പറയാം. കുറച്ച് നേരത്തെ ഇസ്മായിൽ ഹനിയക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ എപ്പോഴാണ് മൊസാദിന്റെ മിസൈൽ വരുന്നത്, എപ്പോഴാണ് ഇസ്രായേലിന്റെ ബോംബ് വരുന്നത് എന്നൊക്കെ നോക്കി എന്ത് ടെൻഷനിലാണ് അയാൾ ജീവിച്ചിരുന്നത്. ഇവിടെയാണെങ്കിൽ ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം, ചെറുകുട്ടികളെ നോക്കണം, പിന്നെ മക്കളെ നോക്കണം, അവരുടെ ഇണകളെ നോക്കണം. നല്ല പ്രയാസമായിരുന്നില്ലേ? നല്ല ടെൻഷനില്ല. അദ്ദേഹം ഇപ്പോൾ ടെൻഷൻ ഫ്രീ ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഹൂറികളുമായിട്ടുള്ള ഒരു ലൈഫ് എനിക്ക് വേണ്ട എന്നാണ് വിദ്യാ ഗുരുസാഗർ മൂർത്തി പറഞ്ഞത്. അപ്പൊ അവിടെ 33കാരനോ 16കാരനോ ഒക്കെ ആയി ഇവിടെയുള്ള 90കാരനായ ഒ അബ്ദുള്ള ഒരു പക്ഷെ അവിടെ ചെറിയ കുട്ടിയായിരിക്കും, യുവാവായിരിക്കും, കൗമാരക്കാരനായിരിക്കും. പക്ഷേ അള്ളാഹു പറഞ്ഞ ആ സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയാൻ വിദ്യാ ഗുരുസാഗർ മൂർത്തിക്ക് കഴിഞ്ഞു. ഇന്ന് ഒരുപാട് ആളുകൾക്ക് ധൈര്യം വച്ചിട്ടുണ്ട്. ശക്തമായ രൂപത്തിൽ നമ്മൾ ഇനിയെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന ഒരു ബോധം അവർക്കുണ്ട്. തന്നെയുമല്ല, സ്വർഗത്തിലെ ഹൂറികൾക്ക് വിശ്രമമുണ്ടോ? ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പി അബൂബക്കർ കാസിമി പറഞ്ഞത്
അവർക്ക് ഹയറില്ല, നിഫാസില്ല. ഹയർ എന്ന് പറഞ്ഞാൽ ആർത്തവം, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവം. ഈ പ്രസവരക്തം, ആർത്തവം, മലമില്ല, മൂത്രമില്ല, വിയർപ്പില്ല. ഇവർക്കാകെ പിന്നെ ഭക്ഷണം കഴിക്കില്ല, കുടിക്കില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്, നമുക്കറിയില്ല. ഇനി അവർ ഭക്ഷണം കഴിക്കുമെങ്കിലും പ്രത്യേകമായിട്ട് സ്വർഗത്തിലെ ചില പഴങ്ങളുണ്ട്, അത് തിന്നുമ്പോൾ ഒന്നിനേക്കാൾ ടേസ്റ്റ്, മുത്തശാബിഹൻ സദൃശ്യമുള്ള ടേസ്റ്റ് ആണെന്ന് തോന്നും. വീണ്ടും തിന്നും, വീണ്ടും തിന്നും. ഒരു പഴം തിന്നു കഴിഞ്ഞാൽ അവിടെ വേറെ പഴങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇതൊക്കെ ആവിയായിട്ട് പോകുവാണ്. ഇതൊന്നും മലമൂത്ര വിസർജന ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഹൂറികൾ ആസ്വദിക്കുമ്പോൾ ഇവരുടെ ആകെയുള്ള ജോലി എന്താ? എപ്പോഴാണ് എൻ്റെ ഊഴമൊന്ന് നോക്കിയിരിക്കുക. ഇനിയും നബിയുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെയും 72 മലക്കത്ത് ഐമാനുക്കും ഉണ്ടായിരുന്നില്ലേ? മലക്കത്ത് ഐമാനുക്കും യുദ്ധത്തിൽ കൊണ്ടുവന്ന ഒരുപാട് അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ? പിന്നെ ശരീരം ദാനം കിട്ടിയ സ്ത്രീകളും ഉണ്ടായിരുന്നില്ലേ? 10-11 എണ്ണത്തിനെ കെട്ടിയും കൂടെ താമസിപ്പിച്ചില്ലേ? വെപ്പാട്ടിമാരും ഉണ്ടായിരുന്നു, ഭാര്യമാരും ഉണ്ടായിരുന്നു, ശരീരം ദാനം കിട്ടിയവർ, അടിമ സ്ത്രീകൾ, സമ്മാനം ലഭിച്ച പെണ്ണുങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഇവരിൽ ആരെയൊക്കെ അദ്ദേഹം സ്വർഗത്തിൽ തെരഞ്ഞെടുക്കും? എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ട് ഞാൻ പറയണതല്ല, നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അവിടെ 72 ഹൂറികളെ കിട്ടും. ഒരിക്കലും വളയാത്ത ലിംഗവും വിശപ്പുള്ള യോനികളായിരിക്കും ഈ സ്ത്രീകൾക്ക് എല്ലാം എന്ന് ഇത്തക്കാൻ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഇങ്ങനെ വരുമ്പോ വലിയ ബുദ്ധിമുട്ടാവില്ലേ? നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നില്ല ഇതൊക്കെ ചിന്തിച്ചിട്ട്. അതുകൊണ്ടാ ഇപ്പോ ഹൂറികള് അവിടെ സമരം ചെയ്യുവാണ്. എന്തിനാണെന്നറിയാമോ? ഈ ചിപ്പിക്കകത്തുനിന്ന് പുറത്തു വരുന്ന ഹൂറികൾക്ക് വിശ്രമമില്ലാത്ത ജോലിയാ. ഇവർക്കൊക്കെ അള്ളാഹു കുഫൈത്ത് കൊടുക്കുവാണല്ലോ. ഒരിക്കലും ഇവർക്ക് സ്ഖലനം സംഭവിക്കാത്ത രൂപത്തിൽ ഉദ്ധരിച്ച് തന്നെ നിൽക്കുന്ന ലിംഗവുമായി ആ കാമദാഹത്തോടു കൂടിയാണ് ഇവർ ഹൂറികളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രവാചകന് 40 പുരുഷന്റെ ശക്തി കിട്ടാനുള്ള കുഫൈത്ത് എന്ന് പറയുന്ന ഒരു മാംസമടങ്ങിയ ഭക്ഷണം അള്ളാഹു കൊടുത്തിട്ടുണ്ട് ജിബ്രീലിനെ കൊണ്ട്. ഇതുപോലെ ഓരോ ആളുകൾക്കും, ഹൂറന്മാർക്ക്, ഈ നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കുവാണ് അള്ളാഹു. ഇവന്മാർ ഇതുമായിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഈ നാട്ടിലുള്ള ഇവന്റെ ഒക്കെ ഭാര്യമാരുടെ അടുത്തേക്ക് വരാൻ? ഇത് നമുക്ക് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിലെ ലോജിക്ക് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഇത് കൃത്യമായി പറയുന്നത്. ഇത് പറയുമ്പോൾ ഇവന്മാർക്ക് ദഹിക്കുന്നില്ല. കാരണം ഇവന്മാരുടെ മതപുസ്തകങ്ങളിൽ ഇതില്ല എന്ന് പറയാൻ ഗഡ്സ് ഇല്ല. അപ്പൊ ഈ 72 ഹൂറികളും വലിയ തിരക്കിലായിരിക്കും. ഇപ്പൊ ഹൂറികള് ജൂതപ്പടയോട് അപേക്ഷിക്കുവാണ്, ഇങ്ങനെ നിങ്ങൾ ഇത്രയും സ്പീഡില് ഹമാസ് ഭീകരരെ ഇങ്ങോട്ട് വിട്ടാൽ ഞങ്ങൾക്ക് റെസ്റ്റ് ഇല്ല. ഒരുപാടെണ്ണത്തിനെ ഇപ്പൊ വിട്ടുകഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇത്രയും ഹമാസ് ഭീകരന്മാർക്ക് ഹൂറികളെ നൽകണ്ടേ അല്ലാഹു? ഇവന്മാർക്കൊക്കെ ജൂതപ്പട ഇപ്പോൾ യാത്രയയപ്പ് നൽകിക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ പുഴ മൊത്തം ഇവന്മാര് കുടിച്ചു വറ്റിക്കത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കോടാനുകോടി ജനങ്ങൾ 1400 കൊല്ലമായി മക്കയിൽ പോയി AC-യിൽ നിന്ന് കല്ലെറിഞ്ഞ് വളർത്തിയ പിശാച് ഇത് കണ്ട് ചിരിക്കത്തില്ലേ? കാരണം ഹൂറികൾ ഇപ്പോൾ വെയിറ്റിംഗിലാണ്. അവർക്ക് ക്യൂ നിൽക്കാൻ വയ്യ. അവര് കാമദാഹത്തോടുകൂടി, വിശപ്പോടുകൂടി കാത്തിരിക്കുവാണ്. ഇവന്മാരാണെങ്കിൽ ഒന്ന് തീർന്നാലല്ലേ അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. തീരുന്നില്ല. അങ്ങനെ വരുമ്പോ ജൂതന്മാരോട് ഹൂറികൾ സമരം ചെയ്തിട്ട് പറയാണ്, ഇത്രയും സ്പീഡിൽ നമ്മുടെ കാക്കാമാരെ ഇങ്ങോട്ട് അയക്കല്ലേ. അപ്പൊ ജൂതന്മാര് പറഞ്ഞു, ഒന്ന് ക്ഷമിക്കണം, ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തു പോയതാണ്. കുറച്ചാളുകൾ കൂടെയുണ്ട്. അവരെ സ്പീഡിൽ അയച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് ഞങ്ങളൊന്ന് നിർത്തിക്കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് 5-10 എണ്ണം ഇതൊക്കെ മാത്രമേ വിടത്തുള്ളൂ. അപ്പോ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചേ പറ്റൂ. അങ്ങനെ
ഹമാസ് ഭീകരർക്കു വേണ്ടി സ്വർഗത്തിലെ ഹൂറികളും ജൂതപ്പടയും തമ്മിൽ ഒരു കരാർ, ഒരു കോൺട്രാക്ട്. കുറച്ചാളുകളെ വിട്ടു കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ഒന്ന് റെസ്റ്റ്, അത് കഴിഞ്ഞാൽ അടുത്തവരെ വിടാം. അള്ളാഹു ആണെങ്കിലോ ഓരോ അരിമണിയിലും പേരെഴുതുന്ന തിരക്കില് ഇത്രയും ഹമാസോളികൾക്ക് ഹൂറികളെ ഉണ്ടാക്കണ്ടേ? 1x72 അത്രയും പേരെ ഉണ്ടാക്കണ്ടേ? പിന്നാണെങ്കിലോ 80,000 ജോലിക്കാരെ വേറെയും ഉണ്ടാക്കണം, ഒരു കാലനു മാത്രം. അതാണ് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്, ഹദീസുകളിലുമുണ്ട്. അപ്പോ ഒരു മുതുകാലന് 80,000 സേവകരും 72 ഹൂറികളും. ഈ 80,000 ആളുകൾക്ക് എന്താ പണി എന്നൊന്നും ചോദിക്കുന്നത് ചിലപ്പോൾ ഒരു ചേഞ്ചിനായിരിക്കും. അപ്പോ ഇനി അതല്ലാത്ത ആളുകള്, ഇപ്പം ഹമാസിലും ഉണ്ടല്ലോ സാധാരണക്കാരുണ്ടല്ലോ, അവരൊന്നും ഒരുപക്ഷെ വിശ്വാസം ഉറച്ചിട്ടുള്ളവരായിരിക്കില്ല, അവരെ അൽഫാമാക്കി എടുക്കും. അപ്പൊ പിശാച് വന്നൊന്ന് തൊട്ടു നോക്കിയിട്ട് പറയും അൽഫാം വെന്തില്ല, അൽഹംദുലില്ലാ എന്ന് പറയണ്ടേ? ഇബ്ലീസ് ആയതുകൊണ്ട് തലകുത്തനെ പറയും അൽഫാം വെന്തില്ല. ശരി, സ്ത്രീകൾക്ക് ഹൂറന്മാരുണ്ടോ? സ്വന്തം ഭർത്താവ് ഇത്രയും ഹൂറിമാരുമായി, അതും വിശപ്പുള്ള യോനിയുള്ള ഇത്രയും ഹൂറികളുമായി ആർമാദിക്കുന്നതും ആസ്വദിക്കുന്നതും, കട്ടിലുകളിൽ ചാരിയിരിക്കുന്ന അവളുമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും കണ്ട് വേദനയോടെ ഇരിക്കുക. എന്തെങ്കിലും ഈ സ്ത്രീയുടെ അടുത്ത് വരുമെന്ന് പറയാൻ പറ്റും? ഒരു ലൈംഗിക ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ 1 വർഷമാകുമെന്നാണ് ഉസ്താദ് പ്രസംഗിച്ചത്. ഈ അപ്പിക്കുപ്പായവും ഇട്ട് നമസ്കരിച്ച് സകാത്ത് കൊടുത്ത് നോമ്പ് പിടിച്ച് മുഖവും മറച്ച് ഇങ്ങനെ സ്വർഗം കിട്ടും സ്വർഗം കിട്ടും സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ച് സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ പറഞ്ഞു 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 ജീവിച്ചതാ. സുബ്ഹാനല്ലാ എന്നാണ് കേട്ടാ, പറഞ്ഞു പറഞ്ഞു ജീവിച്ചെന്നിട്ട് എന്ത് കാര്യം? എന്ത് കാര്യം? എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ സ്വന്തം ഭർത്താവ് മറ്റുള്ള സ്ത്രീകളുമായിട്ട് ആസ്വദിക്കുന്നത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഈ സ്ത്രീക്ക് കൂടെ ചിലപ്പോൾ ഇവന്റെ കൂടെ ഒരുപാട് ഭാര്യമാരുണ്ടെങ്കിൽ അവരും ഒക്കെ ഉണ്ടാവും, തുല്യ ദുഃഖിതരാണല്ലോ. അവിടെ പിന്നെ പോയിട്ട് ഫൈറ്റ് നടത്തിയിട്ടൊന്നും കാര്യമില്ലല്ലോ. നബിയുടെ ഭാര്യമാര് പോലും 2 ചേരിയിലായിട്ട് യുദ്ധം ചെയ്തു എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗോത്ര നേതാവ് ജീവിച്ചിരുന്നു. ആ ഗോത്ര നേതാവിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു മതവും അദ്ദേഹം ഉണ്ടാക്കിയ മതനിയമങ്ങളും ഈ 21-ാം നൂറ്റാണ്ടിലും സ്വന്തം ജീവികളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന നിങ്ങളൊക്കെ എന്ത് കിഴങ്ങന്മാരാ? സഹജീവികൾ അടുത്ത് താമസിക്കുന്നു, അവരുടെ മതം നോക്കി അവരുടെ പിരടിക്ക് വെട്ടിക്കൊല്ലാൻ, അവരോട് യുദ്ധം ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുക. ഇരുമ്പ് നിക്കറിട്ട് അവരുടെ ഇടയിലേക്ക് പോയി പൊട്ടിത്തെറിച്ചോ, നിനക്ക് സ്വർഗം കിട്ടും, അവർക്ക് നരകവും കൊള്ളാം. അവരെ ബോംബിട്ടങ്ങ് കൊന്നോ, അതല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒരു കഴുത്ത് അറുത്തോ, കുഴപ്പമില്ല. വിരലുകളൊക്കെ വെട്ടിയെടുത്തോ, ഏതൊരു ഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിച്ചോ. ഇതൊക്കെ ഖുർആൻ പറയുന്നതാ. എത്ര മനുഷ്യന്റെ ചോര കണ്ടാലും അറപ്പുമാറാത്ത ഈ വിഭാഗം ഭൂമിയിൽ ഇവരെ അറിയപ്പെടുന്നത് കാരുണ്യത്തിന്റെ മതത്തിന്റെ വക്താക്കളെന്നാ. ഇവരുടെ കാരുണ്യവും സഹജീവികളോടുള്ള മതസ്നേഹവും ഞാനൊരു വാക്കിലൂടെ പറഞ്ഞു തരാം. മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്ക് മതമാണ് ആത്യന്തികമായി പരമപ്രധാനമായ ലക്ഷ്യം. മതം മാത്രമാണ്. ഒന്നാമതും മതമാണ്, രണ്ടാമതും മതമാണ്, മൂന്നാമതും മതമാണ്. സ്വർഗത്തിൽ ഓരോ മുസ്ലിം പുരുഷനും 72 ഹൂറികൾ വീതം, നിറഞ്ഞ വേശ്യാലയം, മദ്യത്തിന്റെ പുഴകൾ, പിന്നെ മദിരാശികളും മദ്യവും, അതിന്റെ പേരെന്താ? വേശ്യാലയം. ഇത്തരം വ്യാമോഹ കഥകൾ പ്രചരിപ്പിച്ച് മദ്രസ പൊട്ടന്മാരായ ഒരു വിഭാഗം ആളുകളെ എത്ര കൊല്ലമായി ഇവര് മണ്ടന്മാരാക്കി പറ്റിച്ചുകൊണ്ടിരിക്കുന്നു.
ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെന്ത് പറഞ്ഞിട്ടാണ്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്തുകൊണ്ടാണ് ഇവർ പൊട്ടിത്തെറിക്കാൻ തയ്യാറാകുന്നതെന്ന്? എന്ത് പറഞ്ഞിട്ടാണ് ഇവര് ഇന്ത്യൻ ആർമിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇരുമ്പ് നിക്കറിട്ട് എന്തുകൊണ്ടാണ് ഈ മുതുകാലന്മാർ അള്ളാഹുവിന് വേണ്ടി ഷഹീദാകാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ ഐസിസിലേക്കൊക്കെ പോകുന്നത് എന്നറിയാമോ? ഇവർ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുന്നത്. നോക്കിക്കോ. ഒരു സഹാബിയുടെ ജനാസ കൊണ്ടുവയ്ക്കപ്പെട്ടു. സഹാബാക്കൾക്കൊക്കെ വലിയ വിഷമമുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ പറയുന്നുണ്ട്, ഹദീസിൽ കാണാം, പലരും എന്നെ തടഞ്ഞു, ആ ജനാസ ഞാൻ കാണരുത് എന്ന് പറഞ്ഞിട്ട്. ആ ജനാസയിലേക്ക് നോക്കരുത്, വല്ലാത്ത ഒരവസ്ഥയാണുള്ളത്, ശരീരമൊക്കെ വല്ലാതെ കീറുമുറിക്കപ്പെട്ടിട്ടുണ്ട്, നീ അത് കാണരുത്, നിനക്കതിന് സഹിക്കാൻ പറ്റില്ല, നിന്റെ കുടുംബക്കാരെ നീ അത് കാണിക്കരുത്. എല്ലാവരും എന്നെ തടഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. റസൂലുള്ള പറഞ്ഞു, കുഴപ്പമില്ല, കാണട്ടെ. ദീനിന് വേണ്ടി ഷഹാദത്ത് വരിച്ച കുടുംബക്കാരന്റെ ജനാസയല്ലേ, കണ്ടുകൊള്ളട്ടെ. ഞാൻ ആ ജനാസ കണ്ടു. ആ സ്വഹാബി പറയുന്നു, എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർ ഈ ഒരാള് വന്നിട്ടേ, മുജീബുർ റഹ്മാൻ, പോകല്ലേ മുജീബുർ റഹ്മാനെ, വാള് കണ്ട് പേടിച്ച് ആരും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. മുഹമ്മദ് നബിയുടെ സ്വഭാവം കണ്ടിട്ടാണ് വന്നതല്ലേ. വാളുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരാം, പോകരുത്. ഈ രംഗം കണ്ടിട്ട് കരയാൻ തുടങ്ങി, പ്രത്യേകിച്ച് സ്ത്രീകൾ. നമ്മൾ അറിയണം, നമുക്കിടയിൽ നിന്നൊരു സഹോദരൻ ഷഹാദത്ത് വരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരുൾപ്പെടെ കണ്ണീരിൽ കുതിർന്ന ദിനരാത്രങ്ങൾ തെളി നീക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇപ്രകാരം വീടിന് വേണ്ടി ഷഹാദത്ത് വരിച്ച ഒരു സഹാബിയുടെ ജനാസ കൊണ്ടുവച്ചു ഉറ്റവരും ഉടയവരും അതിന്റെ പേരിൽ കണ്ണീരും. അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും. ചെക്ക്മേറ്റെ മക്കാ വിജയ സമയത്ത് ഇവരുടെ വാള് കണ്ട് ഭയപ്പെട്ട് ഇസ്ലാമിലേക്ക് വന്നവർ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് പറയാനുള്ളത്, ഇന്നിവിടെ ഈ പ്രദേശത്തിൽ നിന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട്, ലോകത്തിന്റെ രാജ്യത്തിന്റെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവരോട് എനിക്കറിയാം, അഫ്ദൽ ഖാസിമി കാസർഗോഡ് പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ, ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ ബഹുമാനപ്പെട്ട ഉദ്ഘാടകനും പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വികാരത്തിനല്ല നാം ഈ സമയത്ത് അടിമപ്പെടേണ്ടത്, വിവേകത്തിനാണ് നാം അടിമപ്പെടേണ്ടത്. കാരണം ഇപ്രകാരമുള്ള ശ്രമങ്ങളിലൊക്കെയുള്ള പള്ളിക്കുള്ളിലിട്ടൊരു മതപണ്ഡിതനെ കൊലപ്പെടുത്തുന്നതിലൂടെ, അതിനുശേഷം പള്ളിക്ക് കല്ലെറിയുന്നതിലൊക്കെയോടെ കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ഒരു കൂട്ടം വർഗീയ പരിവാരങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത് നമുക്ക് വ്യക്തമായി അറിയാം. ഇവിടെയുള്ള ഹൈന്ദവ മുസ്ലിം മനസ്സുകൾക്കിടയിൽ വർഗീയത കുത്തി നിറച്ച് എന്തെങ്കിലുമൊക്കെ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർ ഇതിന്റെ പിന്നിൽ പല ശ്രമങ്ങളും നടത്തുന്നുണ്ടാകാം. അവിടെയൊക്കെ വിവേകത്തെ നാം മുറുകെ പിടിക്കണം, വിവേകത്തെ നാം മുറുകെ പിടിക്കണം. ഹബീബായ റസൂലിന്റെ കാലഘട്ടത്തിൽ ദീനിനു വേണ്ടി ഷഹാദത്ത് വരിച്ച ഒരു സഹാബിയുടെ ജനാസ കൊണ്ടുവച്ച് കുടുംബക്കാരും ഉത്തവരും ഉടയവരുമല്ലാതെ അതിന്റെ പേരിൽ കണ്ണീരൊഴുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജനാസയുടെ മുന്നിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഉത്തവരോടും ഉടയവരോടും വിളിച്ചു പറഞ്ഞതെന്താ? അതേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിന്റെ ഉള്ളിലെ ഷഹാദത്ത് വരിച്ച ഷഹീദ് റിയാസ് എന്ന സഹോദരൻ കുടുംബക്കാരോടും നമുക്ക് വിളിച്ചു പറയാ, അല്ലാഹുവിന്റെ ഹബീബ് അവരോട് വിളിച്ചു പറയുകയാ, നിങ്ങൾ കരയരുതേ, ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച രക്തസാക്ഷിയുടെ ഉത്തവരോട് അവരെ കരയാൻ പാടില്ല. നിങ്ങൾ കണ്ണീരൊഴുക്കിയാലും കണ്ണീരൊഴുക്കില്ല എങ്കിലും, നിങ്ങൾ കരഞ്ഞാലും നിങ്ങൾ കരഞ്ഞില്ല എങ്കിലും, നിങ്ങൾ അറിയേണ്ടുള്ള ഒരു വസ്തുതയുണ്ട്. ആ സാലത്തിൽ മലായികത്തു തുദുല്ലു ബി അജ്നിഹതിഹാ ഹത്താ റുഫിആ. എന്തൊരു അലറലാണ്, എന്തൊരു അലോസരപ്പെടുത്തലാണ് ഇവർ ജനങ്ങളെ. അതായത് വേറൊന്നുമല്ല, അള്ളാഹുവിനു വേണ്ടി രക്തസാക്ഷിയായാൽ
അവരെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇസ്ലാമിൻ്റെ മാനവികതയെ കുറിച്ചിട്ട് ഇവർ പറയുന്നുണ്ടല്ലോ. എന്താണ് ഇസ്ലാമിൻ്റെ മാനവികത എന്നറിയാമോ? അത് ഇദ്ദേഹം തന്നെ പറയും. ഇന്ന് പിടിച്ചത് മൊത്തം അഫ്സൽ കാസിമിയാണ്. സൗണ്ട് ഇല്ല അല്ലേ? സമയത്തൊക്കെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടായിരുന്നു അരുൺ? അഫ്സൽ കാസിമി എന്താണ് പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ കേട്ടോ, ഞാനായിട്ട് പറയുന്നില്ല. ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച ഒരു ജനമഹാസമ്മേളനം ഉണ്ടായിരുന്നു. 4 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ആളുകൾ പങ്കെടുത്തു എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ആ അത്രയും ആളുകളെ സാക്ഷി നിർത്തി ഇദ്ദേഹം പറയുന്ന പ്രവാചകന്റെ ഒരു കാരുണ്യത്തിന്റെ വചനമുണ്ട്. ഒന്ന് കേട്ടെ. പ്രവാചകർ പഠിപ്പിച്ചതെന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് വന്ന്, ഹബീബായ റസൂലേ, എന്റെ അന്തസ്സ് പിച്ചു ചീന്താൻ, എന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ, എന്റെ ജീവൻ അപഹരിക്കാൻ ഏതെങ്കിലും ഒരു അക്രമി വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? അവന് ഇസ്ലാമിന്റെ മാനവികത പഠിപ്പിക്കണമെന്നല്ല, നാരങ്ങാ നീര് കൊടുക്കണമെന്നല്ല, ലുക്കും ദീനുക്കും വലിയ ദീനെന്ന ന്യായം പറയണമെന്നല്ല, മറിച്ച് നിന്നെ ആക്രമിക്കാൻ വരുന്നവന്റെ മുന്നിൽ നീ പ്രതികരിക്കണം, പ്രതിരോധ പോരാട്ടം നടത്തണം എന്ന് പ്രവാചകർ പഠിപ്പിക്കുമ്പോൾ അവൻ എന്നെ കൊലപ്പെടുത്തിയാലോ പ്രവാചകരെ, എങ്കിൽ നീ ഒരു രക്തസാക്ഷിയാണ്. സ്വർഗം മുഴുവനും പാറിപ്പറക്കാൻ സൗഭാഗ്യം ലഭിച്ച പച്ചപ്പറവകളുടെ കൂട്ടത്തിൽ നീ പെടുമെന്ന് പഠിപ്പിച്ച പ്രവാചകരുടെ അനുയായികളായിക്കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായ, രാജ്യത്തിന്റെ ശത്രുക്കളായ സംഘപരിവാര ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ മുന്നിൽ രക്തസാക്ഷിത്വ ഭരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഇദ്ദേഹം ഓരോ സംഘപരിവാരങ്ങളോടും നിങ്ങൾ യുദ്ധം ചെയ്ത്, നിങ്ങള് സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങൾ ഷഹീദാകണം എന്ന് ഇദ്ദേഹം അവിടെ പ്രസംഗിച്ചു. അതിനുശേഷമാണല്ലോ പോപ്പുലർ ഫ്രണ്ട് റെയ്ഡ് വരുന്നത്. ഇദ്ദേഹം പിടികൊടുത്തില്ല. ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് നിങ്ങളെയൊക്കെ പകലിന്റെ വെളിച്ചത്തിൽ 10 സെക്കൻഡ് കൊണ്ട് നിന്റെയൊക്കെ കഴുത്തറുക്കാൻ ഞങ്ങൾ സജ്ജരാണ്, ധൈര്യമുള്ളവരാണെന്നൊക്കെ ഇവരങ്ങ് വിളിച്ചു പറഞ്ഞു. ആ യുവാക്കളെയൊക്കെ പോലീസ് അങ്ങ് കൊണ്ടുപോയി. NIA കൊണ്ടുപോയി ഡയപ്പറിൽ നിർത്തിയപ്പോൾ കൃത്യമായിട്ട് അവരിങ്ങനെ വന്ന വഴി പറയുകയും ചെയ്തു. അവലും പലരുമൊക്കെ അതിന്റെ ഭാഗമാണ്. എന്നിട്ട് അവർക്ക് പ്രചോദനം കൊടുത്ത് അവരെ ഈ യുദ്ധത്തിലേക്കൊക്കെ തള്ളി വിട്ടിട്ട് ഉസ്താദ് ഇവിടെ ഉണ്ട്. ഈ ഉസ്താദ് എങ്ങോട്ടും പോയിട്ടില്ല. മനസ്സിലായ? ഇവിടെ ചില ആളുകൾ വന്നിട്ട് പറയുന്ന കമന്റുകളെ എനിക്ക് വിഷമമുണ്ട്. നിസ്സഹായതയുടെ ഏറ്റവും ഒടുവിലുള്ളതാണ്. നിനക്ക് ക്യാൻസർ വരുകൂടി, നീ പുഴുത്ത് ചാവൂടി, എടാ പുല്ലേ, തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്ത അലവലാദികളെ, നമ്മുടെ പുസ്തകത്തിനകത്തുള്ളതാടാ ഇത്. ഇത് ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും മതപുരോഹിതന്മാര് നിനക്കൊന്നും പറഞ്ഞു തരുമെന്ന് നീ വിചാരിക്കരുത്. ഇത്രയും കാലവും അവന്മാരൊന്നും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇതൊന്നും. നിങ്ങളൊക്കെ തെറി പറയുന്നുണ്ട്. എടാ, സ്ത്രീയുടെ ലൈംഗിക അവയവത്തെ സംബന്ധിച്ച് തെറി പറഞ്ഞാൽ നീയൊക്കെയും ആ മക്കള് തന്നെയല്ലേ? അത് ഉമ്മ തൂറിയിട്ടതാണോ നിന്നെയൊക്കെ? ചോദിക്കേണ്ടി വരുന്നതാണ്. അപ്പോ സാരമില്ലടാ, ഈ പുസ്തകത്തിനകത്ത് എഴുതിയത് അതേപോലെ തന്നെ പറയുമ്പോ നിങ്ങൾക്ക് വിഷമം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് ഈ പുസ്തകത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഈ പുസ്തകം കണ്ടിട്ട് പോലുമില്ല. അതിപ്പോ എൻ്റെ കുഴപ്പമാണോ? ഇപ്പോ വലിയ ഒരു വിപത്തിൽ അകപ്പെട്ടിരിക്കുവാണ് വയനാട്. നമ്മൾ കാണുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭാരതത്തിന്റെ സൈന്യം അവിടെയുള്ള ജനങ്ങൾക്ക് നൽകുന്ന വിശ്വാസവും ആശ്വാസവും എത്ര മഹത്തരമാണ്. ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ശരി, നിങ്ങളുടെ സഹജീവിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, പ്രതിജ്ഞാബദ്ധരായി ഇറങ്ങുക. ആയിരക്കണക്കിന് ആളുകളെയാണ്
ഭാരതത്തിന്റെ സൈന്യം പച്ചയായ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. ഈ രാജ്യവും ഇവിടുത്തെ ജനതയും ഇന്ത്യൻ ആർമിയോട് കടപ്പെട്ടിരിക്കുമ്പോൾ ഈ ഭീകരന്മാര് മാത്രം പറയുന്നു ഇന്ത്യൻ ആർമി ബലാത്സംഖികളാണെന്ന്. ഇവരോട് എതിർക്കാതെ പറ്റുമോ? ഇവരോട് 2 വാക്കെങ്കിലും തിരിച്ച് സംസാരിക്കാതെ പറ്റുമോ? എന്നെ തെറി പറഞ്ഞാലൊന്നും ഇസ്ലാം രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇസ്ലാം രക്ഷപ്പെടില്ല. ഇസ്ലാം രക്ഷപ്പെടണമെങ്കിൽ 2 മാർഗം. ഒന്ന്, സോഷ്യൽ മീഡിയക്ക് തീ വയ്ക്കുക. 2, ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുക. ഇത് 2 പറ്റും. അപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ എടുത്തു പറയുമ്പോ ഇവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇത് മനസ്സിലാകാത്തത്. അല്ലടാ ഊളകളെ, നമ്മുടെ പുസ്തകത്തിനകത്ത് ഇതുണ്ടോന്ന് ഏവനോടേലും നീയൊക്കെ ചോദിച്ചോടാ. ഒരുപാട് പൊറോട്ട കെട്ടുകാരന്മാരില്ലേടാ മതപുരോഹിതന്മാര്, അവനോടൊക്കെ പോയൊന്ന് ചോദിക്കടാ. ഇവളിതായിരുന്നു ലൈവിൽ പറയുന്നുണ്ട് ഖുർആനും ഹദീസും ഒക്കെ, ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടോന്ന് ചോദിച്ചിട്ട് വാടാ. അത്രയെങ്കിലും ഒരു 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 വകതിരിവ് നീയൊക്കെ ഒന്ന് കാണിക്കടാ. അപ്പോൾ ഇന്നത്തെ ലൈവ് നമുക്ക് ഏതാണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. കുറച്ച് വിഷയങ്ങൾ കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഒരു ക്രിസ്ത്യൻ ചർച്ചിലെ മണിയടിയെ സംബന്ധിച്ച് വലിയൊരു വിഷയം. പോലീസുകാർ ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോയിട്ട് ഇവിടെ മണിയടിക്കാൻ പറ്റില്ല. 20 സെക്കൻഡ് മാത്രം അടിക്കുന്ന മണിയെ കുറിച്ച് ഇവര് പറയുന്നു. 1 കിലോമീറ്ററിനകത്ത് എത്ര പള്ളി വെച്ചിട്ടാണ് ഇവര് വിളിച്ചു പോകുന്നത്? എന്റെ പടച്ചവൻ മാത്രമാണ് വലിയവൻ, എന്റെ അല്ലാഹു മാത്രമാണ് വലിയവൻ, എന്റെ നബി മാത്രമാണ് അല്ലാഹുവിന്റെ ദൂതനായിട്ടുള്ളത്, നമസ്കാരത്തിലേക്ക് വരൂ വിജയിക്കും, വിജയത്തിലേക്ക് വരൂ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ധൈര്യം ഉണ്ടോ ഇവർക്കത് മലയാളത്തിൽ പറയാൻ? എന്നാ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ജനങ്ങൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോ അത്തരം വസ്തുതകൾ കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. സാരമില്ല, നമുക്കിനിയും നാളെ ലൈവിൽ കാണാം. ഇവരാരും കൊന്നിട്ടില്ലെങ്കിൽ. നന്ദി, ശുഭരാത്രി. കുറച്ചു പേരെങ്കിലും പറഞ്ഞു വിടേണ്ടി വരുന്നതാണ്. കുറെ അപ്പിക്കുപ്പായ കരികളും വന്നിട്ടുണ്ട്. ഓ, ഹാരിസ് ജാസ്മിൻ ആണോ കൊച്ചെ? നബി തന്നെ വ്യഭിചാരപുത്രനാ, നിനക്കതറിയില്ലേ? അബ്ദുള്ള എന്ന് പറഞ്ഞ് പ്രവാചകന്റെ വാപ്പയായിട്ട് ആരോപിക്കപ്പെടുന്ന വ്യക്തി, അദ്ദേഹം മരിച്ച് 2 വർഷം കഴിഞ്ഞിട്ടാ കൊച്ചെ ആമിന മുഹമ്മദ് നബിയെ പ്രസവിക്കുന്നത്. ആരാ വാപ്പ? ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നോക്ക്, ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് തന്നെ ഞാനത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആരുടെ കുട്ടിയാ? 2 വർഷം വരെ ഗർഭം ധരിക്കുവോ? അപ്പൊ ആരാ വ്യഭിചാരപുത്രി? ഞാനോ? ആരാ കുന്നിൻ ചെരുവിലെ ഈത്തപ്പന? ഞാനോ? അറിഞ്ഞിട്ട് വരണ്ടേ കൊച്ചെ ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിക്കാൻ? എടാ, ആരാണ് വെടിയെന്ന് നിനക്കിപ്പോ ഞാൻ പറയാതെ തന്നെ മനസ്സിലായില്ലേ? ആ സൂചനകളൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ഉമ്മായ വാപ്പ വെടി വെടിയെന്ന് വിളിച്ച് കേട്ട് വളർന്ന നിന്നെയൊക്കെ ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. നന്ദി.